പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധത്തിലാക്കി വ്യാജ ID കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക കണ്ടെത്തൽ. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചത്. അന്വേഷണ സംഘത്തിന് വിശദാംശങ്ങൾ നൽകാത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിനെ ക്രൈംബ്രാഞ്ച് വാറന്റ് അയച്ചു. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾ മുൻപാണ്, അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന് ഈ വ്യാജ ID കാർഡ് നിർമ്മാണമായിരുന്നു. ഈ കേസിൽ കൂടുതൽ രാഹുൽ മാങ്കൂട്ടം പ്രതിരോധത്തിലാകും എന്നൊരു നിഗമനത്തിന്റെ വിവരത്തിന്റെ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ അവസാന സമയം ഇത്തരമൊരു നീക്കമുണ്ടായി. അതൊരു രാഷ്ട്രീയ നീക്കമായി കാണണോ? ഒരേ സമയം അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു സന്ദേശം കൂടി നൽകുകയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടിയിലൂടെ. BJP ആണ് വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചത്. ഇത് ഒത്തുതീർപ്പിലൂടെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കേസ് കളഞ്ഞുവെന്ന ആരോപണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ സജീവമായിരുന്നു. അതിനിടയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത്. വാറന്റ് അയക്കുന്ന തരത്തിൽ വെബ്സൈറ്റ് തയ്യാറാക്കിയ ഭഗത് സിംഗിന് വാറന്റ് അയക്കുന്ന തരത്തിലേക്ക് ഈ നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട 4 കേസുകളാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ കേസുകൾ മുഴുവൻ ക്രൈംബ്രാഞ്ചിന് തുടരന്വേഷണത്തിന് വേണ്ടി കൈമാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യലുകൾ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം നിലവിൽ പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് ഈ 67,158 വോട്ടുകൾ ഇത് ഒഴിവാക്കി, തെരഞ്ഞെടുപ്പിന് ശേഷം ഇവ ഒഴിവാക്കി ഈ സൈറ്റിൽ നിന്ന് എന്നതടക്കമുള്ള നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഫോണുകൾ ചണ്ഡീഗഡിലെ ലാബിലേക്ക് വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഈ ആരാണ് ഇത് നിർമ്മിച്ചത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ സൂചനകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി വിശദമായ ചോദ്യം ചെയ്യലിന് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു വരുത്തുമോ, അത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്ക് വെല്ലുവിളിയായി മാറുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ഡാനിലേക്ക് വരാം. അതിനു മുൻപ് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം വന്നിരുന്നു. വ്യാജരേഖ കേസിൽ ഏത് അന്വേഷണവും നടക്കട്ടെ എന്നും 12 മാസം എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യൂസ് 18നോട് പറഞ്ഞു. നാളെ വൈകിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച വാർത്തയാണ് ഇന്ന് വന്നതെന്നും രാഹുൽ പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിങ്ങനെയാണോ നിൽക്കുന്നത്? 12 മാസമായി അവരോട് ഏത് അന്വേഷണം നടത്താനും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനകത്ത് തർക്കമുള്ളത് ലാപ്ടോപ്പ് പിടിച്ചത് ലാപ്ടോപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയ തെളിവാണ്. എനിക്ക് സത്യത്തിൽ ഇത് നാളെ വൈകുന്നേരമാണ് ഈ വാർത്ത കൊടുക്കേണ്ടത്, അല്ലേ? കാരണം തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് ഈ വാർത്ത കൊടുക്കേണ്ടത്. ഇന്ന് വന്നോ? നാളെ വൈകിട്ടാണ് സത്യത്തിൽ ഈ വാർത്ത വരേണ്ടത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. 12 മാസമാണോ? അപ്പം കേരള പോലീസിന് ഒരു ലാപ്ടോപ്പ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 12 മാസമാണോ? വീണ്ടും ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഈ ഒരു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലിനെ എങ്ങനെയാണ് കോൺഗ്രസും UDF ക്യാമ്പും പ്രതിരോധിക്കുന്നത്? ഇതിനെ ഒരു രാഷ്ട്രീയമായ പകപോക്കലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നൊരു വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി കൂടിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും അതേ കാര്യം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ ആക്കം കൂട്ടുന്ന തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങൾ അത് വലിയ തരത്തിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണ ആയുധമാക്കാനുള്ള ഒരു നീക്കം സ്വാഭാവികമായി സൈബർ ഇടങ്ങളിലടക്കം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകും. അതിനെ രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികളെന്ന ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമമായിരിക്കും UDF ക്യാമ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. വ്യക്തമാണ്. തിരുവനന്തപുരത്തു നിന്നും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാണ്.